കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമക്കേടും അഴിമതിയും ഭരണസമിതി അറിയാതെ നടത്തിയത് കണ്ടെത്തുകയും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർ പാടി പരാതി നൽകിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. മുൻ പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ബനേഷ് ഖാനെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകുകയായിരുന്നു. പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷനായിരുന്നു ക്ഷണിച്ചിരുന്നത്. ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ്. മാത്രവുമല്ല 500% അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ടു നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പരാതി നൽകുകയായിരുന്നു. ഇതിന്മേൽ നടപടി ഉണ്ടാകുമെന്നിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചെയ്ത പ്രവൃത്തികളിൽ പ്രസിഡന്റ് എന്നുള്ള രീതിക്ക് എനിക്ക് തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് DDPക്കും പട്ടിക വികസന വകുപ്പിനും JDക്കും എല്ലാം ഞാൻ തന്നെയാണ് ഒരു പരാതി എൻ്റെ ലെറ്റർ പാഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു ഭരണസമിതി ആകുമ്പോൾ അവരങ്ങനെ പറയുന്നതായിരിക്കും. അവരിതിനു മുമ്പേ എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൊളുക്കുമല ഫണ്ട് ഉപയോഗിച്ച് നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴും അവരിതുപോലെ ഇതിൽ 1 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എനിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് എൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇപ്പോൾ ആ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സ്ഥിതി ആ ഏജൻസിക്ക് ഇപ്പോൾ പോലും നമ്മൾ 1 രൂപ പോലും അതിന് നമ്മൾ കരാറുകാർക്ക് കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു വികസന പ്രവർത്തനവും നടത്താതിരുന്ന സ്ഥാനത്ത് ചിന്നക്കനാലിൽ LDF എത്തിയപ്പോൾ നിരവധിയായി വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയണമെന്നും ശ്രീകുമാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.